വൈകുന്നേരമൊക്കെ ആയപ്പോൾ വിചാരിച്ചു ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന്. അങ്ങനെ അത്തായും ഐശ്വര്യയും കൂട്ടി ഐശ്വര്യനെ ഒന്ന് നടത്തിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ബെൽറ്റൊക്കെ ഇട്ടിട്ട്. എനിക്കത് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഞാനിങ്ങനെ ഉമ്മാടുത്ത് പറയും, ഉമ്മായും കൂടി എത്തി വാ ഉമ്മ നടക്കാൻ എന്നൊക്കെ പറയും. പക്ഷേ ഉമ്മായ്ക്ക് ഓരോ പണികളുള്ളതുകൊണ്ട് ഉമ്മ പറയും ഉമ്മായ്ക്ക് വരാൻ സമയമില്ല, അത്തായും വിളിച്ചുകൊണ്ട് പോകാൻ പറയും. അങ്ങനെ അത്തായും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത്, ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ഒന്നും ഇഷ്ടമല്ല. ഫുഡ് കഴിക്കാമെങ്കിൽ ഉമ്മയെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് അല്ലാണ്ട് ഞാൻ ഫുഡ് കഴിക്കാനിരിക്കത്തേ ഇല്ല. അങ്ങനെ പിന്നെ ഓരോന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടക്കുവാണ് ഞാൻ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ തീരെ വയ്യ, നടക്കാനും എടുക്കാനും ഒന്നിനും വയ്യ. പിന്നെ അതുമല്ല, ഇപ്പം തീരെ ഉറക്കവും കിട്ടുന്നില്ല, രാത്രി ഉറങ്ങാനും പറ്റുന്നില്ല, തലകറക്കം, ആകെ കൊണ്ട് എല്ലാം ഒരു വല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇതിലുള്ളതായതുകൊണ്ട് പിന്നെ അങ്ങ് സഹിക്കുക, അത്ര തന്നെ. അങ്ങനെ പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ കയറി അകത്ത് പോയിട്ടുണ്ടായിരുന്നു, വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും പിന്നെ ഐശുവിനെയും കൊണ്ട് അകത്ത് ഇട്ട് കളിപ്പിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഒരു പൂച്ചയും കൂടെ ഉണ്ടായിരുന്നു, അബൂന്ന്. പക്ഷെ അതിപ്പോൾ ഇല്ല, മരിച്ചുപോയി. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഐശുവിനെയൊക്കെ കളിപ്പിച്ചിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് പാസ്ത ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ബാക്കി ചിക്കൻ എടുത്ത്, വളരെ കുറച്ച് ചിക്കൻ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാനും ഉമ്മായ അത്തായേ ഉള്ളൂ, അപ്പം അത്രയും അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ പൊടികൾ സംഭവങ്ങളെല്ലാം ഇട്ട് ഞാൻ കുറച്ച് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ട്, ഒന്ന് എല്ലാ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പോയി ക്യാപ്സിക്കും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതൊക്കെ അരിഞ്ഞ് പറക്കി എടുത്ത് വെച്ചപ്പോഴാണ് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ സോസ് ഇല്ലായിരുന്നു. സോസിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്, പക്ഷേ സോസിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഒരു ചില്ലി ചിക്കൻ ഞാനങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കനേ ഉള്ളതുകൊണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ വറുത്തിങ്ങെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ തട്ടിക്കൂട്ടി ചില്ലി ചിക്കനൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മ എനിക്കൊരു തണ്ണിമത്തൻ ജ്യൂസൊക്കെ അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ചില്ലെന്നും പറഞ്ഞായിരിക്കും. അങ്ങനെ പിന്നെ ഉമ്മ ഒരട്ടിയുടെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരട്ടിയും ചില്ലി ചിക്കനും കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.